ഞാൻ സംവിധാനമായത് പുതുമുഖ സംവിധാനമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ. കലാസംവിധാനം അല്ല സംവിധാനം, രണ്ട് തരം സംവിധാനം. കലാസംവിധാനം ഒരു എന്താ പറയുക, സംവിധായകനാകുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയാണ്. ഓക്കെ, അപ്പം സംവിധാനമാകുമ്പോൾ ഞാൻ ഒരു പുതുമുഖ സംവിധാനമായിട്ട് തന്നെ സിനിമ ചെയ്ത് എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ കലാസംവിധാനം അല്ല സംവിധാനം വേറെയാണ്. അത് ഒരു ട്രിപ്പാണ്. അത് ആസ്വദിച്ചാൽ ഭയങ്കര രസമാണ്. ഞാൻ അത് ആസ്വദിച്ചറിഞ്ഞു, റിസൾട്ട് പറഞ്ഞിട്ട് നിൽക്കുക. പഞ്ചായത്തിലുള്ള സുഹൃത്തുക്കളുമായിട്ട് ചോദിച്ചപ്പോഴേ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ സിനിമ രാത്രിയിലത്തെ ഷോ അല്ലല്ല, അവർക്ക് ഫസ്റ്റ് ഷോ കാണുന്നുണ്ട്. അവരിപ്പോൾ 10 മണിക്കല്ലേ, ഒരു 10 മണിക്കല്ലേ പറഞ്ഞു. വലിയൊരു കലാകൂട്ടായ്മയിൽ നിന്നാണ്. ആണ് തീർച്ചയായും. ഞങ്ങളുടെ ജീവിതമാണ് സിനിമ, ഞങ്ങളുടെ നടന്ന കഥയാണ് കൊല്ലത്ത്. PPJs ഇപ്പോഴും കൊല്ലത്ത് എവിടെയൊക്കെ ഉണ്ട്. വരികയാണ് നമ്മൾ സ്വീകരിക്കും. എവിടെയാണെന്ന് അറിയില്ല, 10 വർഷം മുമ്പ് നടന്നൊരു കഥയാണ്. തീർച്ചയായും. ഞാൻ 24 കൊല്ലമായിട്ട് ഞാൻ ശില്പിയാണ്, മലയാളത്തിലാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കലയ്ക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 24 വർഷം. ഇന്നുണ്ടാകുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അതിന് ലൈഫ് ഉണ്ടാകാതിരിക്കും. ആ ലൈഫാണ് സിനിമയെ കാണിച്ചത്. എൻ്റെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലനമാണ് ഈ സിനിമ. ഒരു സിനിമ എടുക്കുമ്പോൾ, ഒരു സംവിധായകനാകുമ്പോൾ എന്തെങ്കിലും സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കുന്ന സിനിമ ആയിരിക്കണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അല്ല, നമ്മളൊരു ആർട്ട്, ഞാനൊരു ശില്പിയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ആർട്ട് ചെയ്യുക എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയാണ് ആർട്ട്. നമ്മളത് ചെയ്ത് എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിനുള്ളതാണ്. അപ്പോൾ അതിൽ മെസ്സേജ് എന്നല്ല, അത് അവർക്ക് ഒരാളെങ്കിലും ടച്ച് ചെയ്യണം ആ ആർട്ടിൽ. അപ്പം നമ്മളിതിൽ പറയുന്ന രാഷ്ട്രീയം അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് നമ്മുടെയൊക്കെ സങ്കടങ്ങൾ, നമ്മുടെയൊക്കെ അമ്മമാരോ ചേട്ടന്മാരോ അനിയന്മാരോ ആങ്ങളമാരോ അച്ഛന്മാരോ നമ്മൾ തന്നെ അനുഭവിക്കുന്ന അവസ്ഥയല്ലേ. ആ അവസ്ഥയാണ് നമ്മൾ സിനിമ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട 10 പേരെ കാണിക്കുക, 10 അല്ല 100 പേരെ.